വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രൈസ്തവ ഭൂരിപക്ഷ രാഷ്ട്രമായ ഓസ്ട്രേലിയയിൽ യഹൂദന്മാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടന്ന വെടിവെപ്പ് ഇപ്പോൾ പാശ്ചാത്യ ക്രൈസ്തവ രാഷ്ട്രങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ജൂത വിരുദ്ധതയ്ക്ക് ദൃഷ്ടാന്തമായി മാറുകയാണ്. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ബോണ്ടി ബീച്ചിൽ നടന്ന ജൂത ഉത്സവമായ ഹനുക്കയുടെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നടന്ന ജൂതന്മാരുടെ ആഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ആയുധധാരികളായ അക്രമികൾ അങ്ങോട്ട് വന്ന് വെടിവയ്പ് നടത്തിയത്. ഈ അക്രമത്തിൽ ഒരു അക്രമിയടക്കം 16 പേര് കൊല്ലപ്പെടുകയും 40-ലധികം പേർക്ക് സാരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേലിൽ നിന്നും ഓസ്ട്രേലിയയിലെത്തി ആ ക്രൈസ്തവ രാഷ്ട്രത്തിന്റെ തണലിൽ കുടുംബമായി ജീവിച്ച് ഒരു യഹൂദനടക്കമുള്ളവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഒക്ടോബർ 7 ഇസ്രായേലിൽ നടന്ന ഹമാസ് അക്രമത്തിൽ നിന്നും രക്ഷപ്പെട്ട് അടുത്തിടെ ഓസ്ട്രേലിയയിലേക്ക് താമസം മാറിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇത്രത്തോളം കടുത്ത ജൂതവിരുദ്ധവും തദനുസൃതമായ ആക്രമണങ്ങളും ഓസ്ട്രേലിയയിൽ അനുഭവിക്കേണ്ടി വരുമെന്നും ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുമെന്നും സ്വപ്നത്തിൽ പോലും കരുതിയില്ലെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ജെറുസലേമിന്റെ പുനരുദ്ധാരണവും ജെറുസലേം ദേവാലയത്തിന്റെ 2ാമത്തെ നിർമ്മാണവും ഒക്കെ ആധാരമാക്കിക്കൊണ്ട് എല്ലാ വർഷവും നവംബർ-ഡിസംബർ മാസത്തിൽ യഹൂദർ ആഘോഷിക്കുന്ന വലിയ ആഘോഷമാണ് ഹനുക്ക. അത്തരത്തിൽ സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമെല്ലാം പങ്കെടുത്തുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു അക്രമികൾ തോക്കുമായി എത്തി വെടിയുതിർക്കുന്നത്. ഇതൊരു ഭീകരാക്രമണമാണെന്ന് ഓസ്ട്രേലിയ സമ്മതിച്ചിരിക്കുകയാണ്. ആഗോള ഇസ്ലാമിക ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ബന്ധവും സ്വാധീനവും അക്രമത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അങ്ങേയറ്റം ഭീകരമായ ഈ ആക്രമണം നടത്തിയത് ഒരു അപ്പനും മകനും ചേർന്നാണ്. ഓസ്ട്രേലിയയിലെ ജൂത സമൂഹത്തിനെതിരെ കടുത്ത അസഹിഷ്ണുതയും വൈരാഗ്യവും കാത്തു സൂക്ഷിക്കുന്ന 50 വയസ്സുള്ള ഒരു ഇസ്ലാമിസ്റ്റായ സാജിദ് അക്രം എന്ന ആളും അയാളുടെ 24-കാരനായ നവീദ് അക്രം എന്ന മകനും ചേർന്നാണ് വെടിവെപ്പ് നടത്തിയത്. ഇതിൽ അപ്പൻ സംഭവ സ്ഥലത്ത് തന്നെ പോലീസിന്റെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. ഇയാളുടെ പേരിൽ 6ഓളം തോക്കുകൾ ഉണ്ടായിരുന്നു. നവീദ് അക്രം എന്ന മകനെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തങ്ങളുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി തങ്ങളുടെ പൗരന്മാരുടെ വിലപ്പെട്ട ജീവൻ കൊത്തിപ്പറിച്ചെടുത്ത ഹമാസ് എന്ന തീവ്രവാദി കൂട്ടത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് പോയ കാലം മുതൽ പാലസ്തീനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ ഓസ്ട്രേലിയയിൽ അതിശക്തമായ പ്രകടനങ്ങളായിരുന്നു ലെഫ്റ്റിസ്റ്റുകളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്നത്. ആസൂത്രിതമായ അജണ്ടകളുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ കുടിയേറ്റക്കാരായി ചേക്കേറിയിട്ടുള്ള പാശ്ചാത്യ ക്രൈസ്തവ രാഷ്ട്രങ്ങളിലെല്ലാം ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തുകൊണ്ട് പാലസ്തീന്റെയും ഹമാസിന്റെയും ഒക്കെ കൊടി പാറിച്ചുകൊണ്ട് അഴിഞ്ഞാടിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിലും ഇക്കൂട്ടർ നടത്തിയ അഴിഞ്ഞാട്ടങ്ങൾക്ക് കയ്യും കെട്ടി പ്രോത്സാഹനം നൽകുന്ന നയങ്ങളായിരുന്നു ആന്റണി ആൽബനീസ് സർക്കാർ കാട്ടിയത്. അത് മുതലെടുത്തുകൊണ്ട് ഇത്തരം ഇസ്ലാമിക തീവ്രവാദികൾ കൂടുതൽ ശക്തിയോടെ അവരുടെ പ്രകടനങ്ങൾ തുടരുകയും ഇറാൻ പോലുള്ള ഭീകര രാഷ്ട്രങ്ങൾ അത്തരം സാഹചര്യങ്ങളെ പരമാവധി മുതലെടുത്തുകൊണ്ട് ഇസ്രായേൽ വിരുദ്ധ അജണ്ടകൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇസ്രായേലിന്റെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് സ്വതന്ത്ര പാലസ്തീൻ എന്ന UN അജണ്ടയ്ക്ക് ബ്രിട്ടനൊപ്പം ശക്തമായ പിന്തുണയും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് കടുത്ത ജൂതവിരുദ്ധതയ്ക്ക് കളമൊരുക്കുന്ന രാജ്യം കൂടിയാണ് ഓസ്ട്രേലിയ. തുടർച്ചയായി ഓസ്ട്രേലിയയിൽ അരങ്ങേറിയ ആന്റിസെമിറ്റിക്കൽ ആക്ഷനുകളുടെ ഒടുവിലത്തേതാണ് ജൂതമതത്തിന്റെ പരമ്പരാഗതമായ ആചാരങ്ങൾക്ക് ഉള്ളിലേക്ക് തോക്കും കൊണ്ട് വന്ന ഭീകരവാദികൾ തങ്ങളുടെ അസഹിഷ്ണുതകൾ മുഴുവനും ഇറക്കി വിടുകയും ചെയ്തതോടെ സംഭവിച്ചത്. തങ്ങളുടെ നിലപാടുകൾ കൊണ്ട് ജൂതവിരുദ്ധത ആളിക്കത്തിച്ചുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദികൾക്ക് അഴിഞ്ഞാടുവാൻ പാകത്തിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഓസ്ട്രേലിയ ആണെന്ന ബോധ്യത്തിൽ ഓസ്ട്രേലിയക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശക്തമായ നടപടികൾക്ക് കളമൊരുക്കുകയാണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വതന്ത്ര പാലസ്തീൻ എന്ന
സയനിസ്റ്റ് വിരുദ്ധ ആശയത്തെ അംഗീകരിക്കുന്നുവെന്ന ഓസ്ട്രേലിയയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് 3 മാസം മുൻപ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിന് അയച്ച കത്തിനെ കുറിച്ച് നെതന്യാഹു പരാമർശിച്ചുകൊണ്ടായിരുന്നു നെതന്യാഹു ഓസ്ട്രേലിയയുടെ ജൂതവിരുദ്ധതയെ വെളിപ്പെടുത്തിയത്. താങ്കളുടെ നയം ജൂതവിരുദ്ധതയ്ക്ക് ഇന്ധനം പകർന്നു എന്ന് അന്ന് ആ കത്തിൽ വ്യക്തമായി തന്നെ നെതന്യാഹു രേഖപ്പെടുത്തിയിരുന്നു. രാഷ്ട്രത്തിന്റെ തലവന്മാർ നിശബ്ദമായിരിക്കുകയും നടപടികളൊന്നും തന്നെ കൈക്കൊള്ളാതിരിക്കുകയും ചെയ്യുമ്പോൾ പടർന്നു കയറുന്ന ക്യാൻസറാണ് ജൂതവിരുദ്ധതയെന്നും ആ കത്തിൽ നെതന്യാഹു പരാമർശിച്ചിട്ടുണ്ട്. പാലസ്തീനെ പിന്തുണയ്ക്കുന്ന ഓസ്ട്രേലിയയുടെ നിലപാട് ഹമാസ് ഭീകരന്മാർക്ക് വളമായി മാറിയെന്നും തീവ്രവാദികളെ പാലൂട്ടി വളർത്തുന്ന നിലപാട് ഓസ്ട്രേലിയ അവസാനിപ്പിക്കണമെന്നുമുള്ള ശക്തമായ നിലപാടുകളുമായി ഇസ്രായേൽ രംഗത്ത് വന്നപ്പോൾ സംഭവത്തിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയ മാർക്കോ റൂബിയോ പറഞ്ഞത് ഈ ലോകത്ത് ജൂതവിരുദ്ധതയ്ക്ക് ഇടമുണ്ടാകുമെന്ന് ആരും കരുതണ്ടെന്നായിരുന്നു. അതൊരു ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ്. ഇതൊരു ജൂതവിരുദ്ധ അക്രമമാണെന്ന് ട്രംപും സ്ഥിരീകരിച്ചിരിക്കുന്നു. ജൂതവിരുദ്ധത അതായത് ആന്റിസെമിറ്റിസം എന്ന പദം 19-ാം നൂറ്റാണ്ടിന് ശേഷമാണ് പ്രചാരത്തിലെത്തിയത്. അതിന്റെ അർത്ഥം അതിനു മുൻപ് ജൂതവിരുദ്ധത ഉണ്ടായിരുന്നില്ല എന്നല്ല, മറിച്ച് അതിശക്തമായ ജൂതവിരുദ്ധതയാണ് ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം അരങ്ങേറിയത് എന്നാണ്. പശ്ചിമേഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യമായ ഇസ്രായേലിൽ മാത്രം വിന്യസിച്ച് കിടക്കുന്ന താരതമ്യേന ചെറിയ ജനവിഭാഗമായ യഹൂദന്മാരുടെ ചരിത്രം ലോകത്തിലെ ഏതൊരു രാഷ്ട്രത്തിൻ്റെയും ജനതകളുടെയും ചരിത്രത്തെക്കാളും പഴക്കമുള്ളത് തന്നെയാണ്. അവരുടെ ചരിത്രം സസൂക്ഷ്മം വിലയിരുത്തിയാൽ ഈജിപ്തിലെ അതികഠിനമായ വേലയിൽ അവർ വ്യാപരിതരായിരുന്ന കാലം മുതൽ അവരുടെ കടുത്ത വിദ്വേഷവും വിരോധവും വെച്ചു പുലർത്തിയവരാണ് ലോകത്തിലെ രാജ്യങ്ങൾ ഒട്ടുമിക്കതുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ജൂതവിരുദ്ധതയുടെ പാരമ്യതയിൽ അവരെ കൊന്നൊടുക്കുന്ന തരത്തിലുള്ള വംശഹത്യകളും നൂറ്റാണ്ടുകളായി നടമാടിയിരുന്നു. ലോകത്തിലെ മിക്ക അക്രമാസക്തമായ സെമറ്റിക് വിരുദ്ധ സംഭവങ്ങളും യൂറോപ്പിലാണ് നടന്നത്. മധ്യകാലഘട്ടത്തിൽ ക്രിസ്ത്യൻ സമൂഹങ്ങളിലെ സെമറ്റിക് വിരുദ്ധതയിൽ നിന്നാണ് ആധുനിക സെമറ്റിക് വിരുദ്ധത ഉയർന്നു വരുവാൻ തുടങ്ങിയത്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതലാണ് അറബ് ലോകമെമ്പാടും സെമറ്റിക് വിരുദ്ധ നീക്കങ്ങൾ അതിശക്തമായി വർദ്ധിച്ചത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം യൂറോപ്യൻ സെമറ്റിക് വിരുദ്ധ ഗൂഢാലോചന സിദ്ധാന്തങ്ങളിൽ സ്വാധീനിക്കപ്പെട്ട അറബ് സെമറ്റിക് വിരുദ്ധ ഗൂഢാലോചന സിദ്ധാന്തങ്ങളുടെ ആവിർഭാവം തന്നെയായിരുന്നു. ഇസ്രായേൽ ലോകത്തിലെ ഏക ജൂത രാഷ്ട്രമായതിനാൽ ലോക രാഷ്ട്രങ്ങളിൽ എവിടെ സയനിസ്റ്റ് വിരുദ്ധ നിലപാടുകളുടെ പ്രകടനങ്ങൾ ഉണ്ടായാലും അത് ആന്റി സെമറ്റിക് ആക്ഷനായി തന്നെയാണ് വിലയിരുത്തുന്നത്. പുരാതന ഗ്രീസിലും റോമിലും വംശീയ സ്വഭാവമുള്ള യഹൂദ വിരുദ്ധത ശക്തമായി തന്നെ നിലനിന്നിരുന്നു. അതിന്റെ ഭാഗം തന്നെയാണ് യൂറോപ്പിലും വ്യാപിച്ചിരുന്നത്. അത് ശക്തമായി നിലനിന്നിരുന്നത് 1100 മുതൽ 1600 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു. ജൂതന്മാരുടെ നാടുകടത്തല്, രക്തരൂക്ഷിതമായ അപമാനങ്ങൾ, പുറത്താക്കലുകൾ, നിർബന്ധിത മതപരിവർത്തനങ്ങൾ, കൂട്ടക്കൊലകൾ എന്നിവയെല്ലാം അക്കാലത്ത് ശക്തമായിരുന്നു. മതപരമായ കാരണങ്ങളാൽ ഈ ആക്രമണങ്ങളെയെല്ലാം ന്യായീകരിക്കുകയായിരുന്നു ഭൂരിപക്ഷവും ചെയ്തിരുന്നത്. 1290-ൽ ഇംഗ്ലണ്ടിൽ നിന്നും ജൂതന്മാരെ നാട് കടത്തിയപ്പോൾ 1394-ൽ ഫ്രാൻസിൽ നിന്ന് പുറത്താക്കിയത് 1 ലക്ഷത്തോളം ജൂതന്മാരെയായിരുന്നു. 1424-ൽ ഓസ്ട്രിയയിൽ നിന്നും ആയിരക്കണക്കിന് ജൂതന്മാരെയാണ് പുറത്താക്കിയത്. അവരിൽ പലരും പോളണ്ടിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു. മധ്യകാല നവോത്ഥാന യൂറോപ്പിൽ ക്രിസ്ത്യൻ ജനതയിൽ നിന്നും ജൂതന്മാർക്ക് കടുത്ത വിരോധങ്ങളും അതിക്രമങ്ങളും സഹിക്കേണ്ടതായി വന്നിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ US-ലെത്തിയ യൂറോപ്യൻ കുടിയേറ്റക്കാർ അവിടെ ആന്റിസെമിറ്റിസം പ്രചരിപ്പിച്ചുവെന്നാണ് വിവരങ്ങൾ പറയുന്നത്. അതിൽ സ്വാധീനിക്കപ്പെട്ട് അമേരിക്കൻ സ്റ്റേറ്റുകളിലെ ചില ഭരണാധികാരികൾ ജൂതന്മാർക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊണ്ടുവെന്നും വിവരങ്ങളുണ്ട്. ഫ്രാൻസിൽ സാർ ചക്രവർത്തിമാരുടെ ഭരണകാലത്തും റഷ്യയിലും അങ്ങനെ ഒട്ടുമിക്ക യൂറോപ്പിലെ രാജ്യങ്ങളിലും അതിശക്തമായ ജൂതവിരുദ്ധതയും ജൂത നിഗ്രഹവും അരങ്ങേറിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കഠിനമായ ജൂതവിരോധവും കൂട്ടക്കൊലയും നടന്നത് ജർമ്മനിയിൽ നാസി സ്വേച്ഛാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ കാലഘട്ടത്തിലായിരുന്നു. ലോകത്തിലെ എല്ലാവിധ നാശങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണക്കാർ ജൂതന്മാരാണെന്ന കലവറ കൂടാതെ തുറന്നടിച്ച ഹിറ്റ്ലർ ഓട്ടോ വോൺ ബിസ്മാർക്കിന്റെ കുപ്രസിദ്ധമായ അയൺ ആൻഡ് ബ്ലഡ് എന്ന ആശയത്തെ ആപ്തവാക്യമാക്കി എടുത്തുകൊണ്ട് ഗ്യാസ് ചേംബറിലും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും അടച്ച് ഹോളോകോസ്റ്റ് നടപ്പാക്കിക്കൊണ്ട് കൊന്നു തള്ളിയത് 1-2 70 ലക്ഷത്തോളം ജൂതന്മാരെയായിരുന്നു.
അത്തരത്തിലുള്ള അതിഭീകരമായ ജൂത വിരുദ്ധതയുടെയും ആക്രമണങ്ങളുടെയും കാലഘട്ടമാണ് ലോക ചരിത്രത്തിൽ കഴിഞ്ഞുപോയിരിക്കുന്നത്. കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അത് നമ്മുടെ രാജ്യമായ ഇന്ത്യ ഇസ്രായേലിനോടും ജൂതന്മാരോടും കാട്ടിയ ഉദാത്തമായ സ്നേഹവും പരിഗണനയുമായിരുന്നു. അഭയാർത്ഥികളായി ഇന്ത്യയിലെത്തിയ ജൂതന്മാരെ ഒരു വാക്കുകൊണ്ട് പോലും നമ്മുടെ രാജ്യം വിഷമിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, സ്നേഹത്തോടെ അവരെ കൈക്കൊള്ളുകയും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പിന്തുണകളും നൽകിക്കൊണ്ട് കൂടെ നിൽക്കുവാനും നമ്മുടെ രാജ്യം കാട്ടിയത് വലിയ മനസ്സ് തന്നെയായിരുന്നു. നമ്മുടെ സംസ്ഥാനമായ കേരളവും അക്കാര്യത്തിൽ ജൂതന്മാരോട് കാട്ടിയത് ഉദാത്തമായ മനോഭാവം തന്നെയായിരുന്നു. എന്നാൽ പ്രതികൂലങ്ങളിലും ഈർച്ചവാളുകളുടെ ഇടിയിൽപ്പെട്ടിട്ടും പറ്റ ഇല്ലാതായി പോകാതെ മുറിച്ചിട്ടാൽ മുറി കൂടുന്ന തരത്തിലുള്ള അതിജീവനത്തിന്റെ കാര്യത്തിൽ ജീവനിൽ അന്തർലീനമായിരിക്കുന്ന ജൂതൻ, എല്ലാ പ്രതിസന്ധികൾക്കും ഒടുവിൽ സ്വന്തം രാജ്യം തിരികെ പ്രാപിച്ച ജൂതൻ, ചാരം ഓടിക്കിടക്കുന്ന അതിന്റെ അതിജീവനത്തിന്റെ കനൽ ഊതിത്തെളിച്ച് ആരെയും വെല്ലുന്ന സാങ്കേതിക വിദ്യയോടെ ലോകത്തിൽ ആർക്കും അവഗണിക്കാനാകാത്ത ശക്തിയായി നിലകൊള്ളുകയാണിപ്പോൾ. ജൂതനില്ലാത്ത ലോകം സ്വപ്നം കാണുന്ന ചില കറുത്ത ശക്തികൾക്കൊപ്പം നിന്ന് അറിഞ്ഞോ അറിയാതെയോ ജൂത വിരുദ്ധതയ്ക്ക് കുഴലൂത്തു നടത്തുന്ന നയങ്ങൾ ഇപ്പോഴും യൂറോപ്പിലെ രാജ്യങ്ങളിൽ ലെഫ്റ്റിസ്റ്റുകൾ പിന്തുടരുകയാണ്. അതിന്റെ പ്രതിഫലനം തന്നെയാണ് ഓസ്ട്രേലിയയിൽ പ്രകടമായത്. ഏതായാലും ഓസ്ട്രേലിയ അഭയം കൊടുത്തിരിക്കുന്ന കുടിയേറ്റക്കാർ ഇന്നത്തെ പ്രകടനങ്ങൾ ഉച്ചസ്ഥായിലെത്തിക്കുന്ന കാലം വിദൂരമല്ല എന്നും, കാൻബറയിൽ അവരുടെ കടുത്ത ഉപജാപക ഇടപാടുകളുടെ അന്തപുരം പണിയാൻ നാളകളിൽ കളമൊരുക്കുമ്പോൾ മാത്രമായിരിക്കും വേലിയിൽ കിടന്ന വിഷസർപ്പങ്ങളെ എടുത്ത് മർമ്മസ്ഥാനമായ പ്രധാന സ്ഥലത്ത് പ്രതിഷ്ഠിച്ചതിന്റെ വില ഓസ്ട്രേലിയ മനസ്സിലാക്കുകയുള്ളൂ. ഓസ്ട്രേലിയയിലെ സെമറ്റിക് വിരുദ്ധ കൂട്ടക്കൊലകൾക്ക് മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും അത്തരത്തിൽ ജൂത വിദ്വേഷം തലപ്പൊക്കിയെന്നുള്ള റിപ്പോർട്ടുകളാണ് യൂറോപ്പിൽ നിന്നും പുറത്തു വരുന്നത്. ഇത്തവണ നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിലായിരുന്നു അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. അവിടെയും ഹനുക്ക ആഘോഷവും തടസ്സപ്പെടുത്തിക്കൊണ്ടായിരുന്നു അക്രമാസക്തരായ ഇസ്രായേൽ വിരുദ്ധ തീവ്രവാദികൾ ജൂത വിരുദ്ധ നീക്കങ്ങൾ ശക്തമാക്കിയത്. ആംസ്റ്റർഡാമിലെ മ്യൂസിയം പ്ലെയിൻ അടുത്തുള്ള സ്ഥലത്ത് വെച്ച് ഇസ്രായേലി കാൻഡർ ഷായ് അബ്രാംസൺ അടുത്തുള്ള വേദിയിലെ സ്വകാര്യ ഹനുക്ക പരിപാടികൾ നടക്കുന്നതിനിടെ ചുവപ്പും പച്ചയും നിറങ്ങളിലുള്ള പുകബോംബുകൾ പൊട്ടിത്തെറിച്ചെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. യൂറോപ്പിലെ ക്രൈസ്തവ രാഷ്ട്രങ്ങളിലേക്ക് അഭയാർത്ഥികളായി വന്ന ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ അത്തരത്തിൽ ആ രാജ്യത്തിന്റെ നിയമങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് അഴിഞ്ഞാടുമ്പോൾ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ലോകത്തിലെ ജനങ്ങൾ ജൂത സമൂഹത്തോടൊപ്പം നിലകൊള്ളുകയും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ജൂത വിരുദ്ധതയ്ക്കെതിരെ വ്യക്തവും അചഞ്ചലവുമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുകയാണ്. യൂറോപ്പിലെ ക്രൈസ്തവ രാഷ്ട്രങ്ങൾ അവിടെ നടക്കുന്ന ആന്റിസെമിറ്റിക് നീക്കങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊണ്ടില്ല എങ്കിൽ ഭീകരശക്തികൾ ആ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിൽ തന്നെ വിള്ളൽ വീഴ്ത്തുവാൻ സാധ്യതയുണ്ട്. ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ അക്രമം നടത്തിയും വെടിവെച്ചും ബോംബിട്ടും തീവ്രവാദ അജണ്ടകൾ നടപ്പാക്കുന്ന രീതികളായിരുന്നു ഇസ്ലാമിക തീവ്രവാദികൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പിന്തുടർന്നു വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ തീവ്രവാദികളുടെ കണ്ണിൽ കാഫിറുകളോ ക്രൈസ്തവരോ ജൂതന്മാരോ ഹിന്ദുക്കളോ ആയ ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിലേക്ക് കൃത്യമായി തന്നെ ആക്രമണം നടത്തിക്കൊണ്ട് ഇസ്ലാമിതര മതസ്ഥരെ മാത്രം കൊന്നൊടുക്കുന്ന ഒരു നൂതനമായ മോഡസ് ഓപ്പറാൻഡി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വ്യക്തമായ തെളിവ് തന്നെയാണ് സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ നടന്ന വെടിവെപ്പ്. അത് തന്നെയായിരുന്നു കാശ്മീരിലെ പഹൽഗാമിൽ അരങ്ങേറിയതും. പേര് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തൃപ്തി വരാതെ കലിമ ചൊല്ലിച്ചും എന്നിട്ടും മതി വരാതെ തുണി അഴിച്ച് സുന്നത്ത് നടത്തിയവനാണോ അല്ലയോ എന്ന് ഉറപ്പിച്ചിട്ടാണ് അവിടെ ആണുങ്ങളെ വെടിവെച്ചു കൊന്നത്. ഇത്തരത്തിലുള്ള ചോരക്കൊതിയന്മാരായ തീവ്രവാദികൾ മരിക്കുന്നതിന് മുൻപ് പടച്ചുവിട്ട ഓഡിയോകളുടെയും വീഡിയോകളുടെയും ശകലങ്ങൾ ആധാരമാക്കി നോക്കിയാൽ കേരളത്തിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാനിടയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഉത്സവങ്ങളും പെരുന്നാളുകളും ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇത്തരം ചോരക്കൊതിയന്മാരായ ഇസ്ലാമിക തീവ്രവാദികൾ ആയുധമേന്തി കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന കാര്യം ഇതിൽ നിന്നൊക്കെ ദൃഷ്ടാന്തീകരിക്കപ്പെടുകയാണ്. ഏതായാലും ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അതിനിർണായകമായ സംഭാവനകൾ നൽകിക്കൊണ്ട് തന്നെയാണ് ജൂതരാഷ്ട്രം മുന്നോട്ടു പോകുന്നത്. എന്നിട്ടും നിലനിൽപ്പിന് വേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭാഗീരഥമായ പ്രയത്നങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്ക് ലോകത്തിന്റെ നേട്ടങ്ങളാകെ പുറകോട്ടടിക്കുന്ന തരത്തിൽ ജൂത വിരോധവുമായി മുന്നോട്ടു പോകുന്നത് യൂറോപ്പിലെ ക്രൈസ്തവ രാഷ്ട്രങ്ങൾക്ക് തെല്ലും ഭൂഷണമല്ല. ലോകത്തൊരിടത്തും ജൂതവിരുദ്ധതയ്ക്ക് ഇനി സ്ഥാനമില്ല എന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രസ്താവിച്ചതിന് പിന്നാലെ
സെമിറ്റിക് വിരുദ്ധ അക്രമങ്ങൾ അവസാനിപ്പിക്കുവാനും ജനഹൃദയങ്ങളിൽ നിന്ന് വിദ്വേഷം തുടച്ചു നീക്കുവാനും ശക്തമായി ആഹ്വാനം ചെയ്തുകൊണ്ട് ലയോ 14 മാർപ്പാപ്പ ലോകത്തിലെ ക്രൈസ്തവ രാഷ്ട്രങ്ങൾക്ക് ശക്തമായ ആഹ്വാനം നൽകിയിരിക്കുകയാണ്. സിഡ്നി ബീച്ചിൽ ജൂത മതസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ മരിച്ചവർക്കായി മാർപ്പാപ്പ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇവിടെ കേരളത്തിൽ ഹമാസ് ഭീകരന്മാർക്ക് വേണ്ടി എഴുന്നള്ളിപ്പുകളും പ്രകടനങ്ങളും മത്സരിച്ച് അരങ്ങേറിക്കൊണ്ടിരുന്നപ്പോൾ നൽകിയ മുന്നറിയിപ്പുകൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ഓസ്ട്രേലിയൻ സർക്കാർ ഇസ്ലാമിസ്റ്റുകളോട് പുലർത്തിയ അതേ നിലപാടുമായി കേരളത്തിലെ മുന്നണികൾ മുന്നോട്ട് പോകുമ്പോൾ സിഡ്നി നാളെ ഇവിടെയും ആവർത്തിക്കാം. എല്ലാവരും കൂടി പൊട്ടിത്തെറിക്കേണ്ട കാര്യമില്ല. ഓസ്ട്രേലിയയിൽ കണ്ടതുപോലെ ഒരപ്പനും മകനും മതി. ചെങ്കോട്ടയിൽ കണ്ടതുപോലെ ഏതാനും ഡോക്ടർമാർ മതി. പഹൽഗാമിൽ കണ്ട വിരലിലെണ്ണാവുന്ന തീവ്രവാദികൾ മതി. അത്തരം വിപത്തുകൾ ഉണ്ടാകാതെ നോക്കണമെങ്കിൽ കേരളത്തിൽ നടമാടുന്ന ഹമാസ് പ്രീണനങ്ങളും പ്രഹസനങ്ങളും പ്രകടനങ്ങളും നിർത്തിയേ തീരൂ. വാർത്തയിലെ സത്യങ്ങളുമായി ഇനി അടുത്തയാഴ്ച.